നിങ്ങൾ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കുട്ടിയെ ചീത്ത പറയണ ദേഷ്യപ്പെടുന്ന ഒരു പാരൻ്റാണോ? അങ്ങനെയാണെങ്കിൽ ഇത് കുട്ടീനെയും നിങ്ങളെയും ഭയങ്കര മോശമായിട്ടാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. കുട്ടിക്കാണെങ്കിൽ 2 എക്സ്ട്രീമിലേക്കാണ് കാര്യങ്ങൾ പോവുക. ഒന്ന്, ഇതിപ്പോൾ എന്ത് ചെയ്താലും എന്നെ ചീത്ത പറയാനാണ് പോണത്, അപ്പോൾ പിന്നെ എന്താ ചെയ്താലെന്താ, എന്താണേലും ഒരു ചീത്തയല്ലേ, ഇതെനിക്ക് കേട്ട് 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 ശീലമായി, അത് പിന്നെ ഒരു സൗണ്ട് മാത്രമായിരിക്കും. അടി ഇതൊക്കെ കിട്ടി 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 എന്താവും, ഓക്കെ ഒരടിയല്ലേ ഒരു ചീത്തയല്ലേ അങ്ങനെയാവും. അതല്ലെങ്കിൽ കുട്ടിക്ക് എന്ത് വന്ന് നിങ്ങളോട് പറയണം എന്നുള്ളത് കൺഫ്യൂഷനാവും, പേടിയായിരിക്കും, ഒന്നും പറയാതിരിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരോടാണ് ആദ്യം വന്ന് പറയേണ്ടത്? നമ്മൾ പാരൻസിനോടാണ്. പക്ഷേ അത് കുട്ടിക്ക് പറയാൻ പേടിയായിരിക്കും. കാരണം ആദ്യം എന്താ കിട്ടാൻ പോകുന്നത്? അടിയാണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ചീത്തയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുട്ടി എന്താണോ പ്രശ്നം അത് വല്ലാണ്ട് ആരോടും പറയാതെ സഫർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇനി പാരൻസിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്ന, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് അപ്പോഴേക്കും വടിയെടുത്ത് അടി തുടങ്ങി ചീത്ത പറഞ്ഞ് ഒച്ചയെടുത്ത് സംസാരിക്കുന്ന പാരൻസിൻ്റെ ഉള്ളിൽ എത്രത്തോളം അവർ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും എന്നറിയോ? അതും പോരാഞ്ഞിട്ട് ഈ ചീത്ത പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ പിന്നെ ആ ഒരു ഗിൽറ്റ്, അയ്യോ ഞാൻ വെറുതെ ചീത്ത പറഞ്ഞു, ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെ ഫുൾ ഓഫ് നെഗറ്റീവ് ഇമോഷൻസിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നുണ്ടാവുക. മേ ബി അവർ ഉള്ളിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ആ ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവർ പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. വേറെ ആൾക്കാരോട് കാണിക്കാൻ പറ്റാത്ത ദേഷ്യത്തിനെ കുട്ടികളുടെയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. പക്ഷെ അത് അവിടെ ആസ് എ പാരന്റ് നിങ്ങളെയും കുട്ടിയെയും വളരെ മോശമായിട്ടാണ് അത് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക ആദ്യമായിട്ട്. എന്നിട്ട് എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമ്മൾ മോഡൽ ചെയ്ത് വേണം കുട്ടികൾക്ക് കാണിക്കാനായിട്ട്.